ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം അടുത്ത ആഴ്ച ഉണ്ടായേക്കും. മികച്ച നടൻ, മികച്ച നടി, മികച്ച ചിത്രം തുടങ്ങിയ വിഭാഗങ്ങളിലൊക്കെ ആര് പുരസ്കാരം നേടും എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. മമ്മൂട്ടി, ആസിഫ് അലി, വിജയരാഘവൻ, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, ടോവിനോ തുടങ്ങിയവരുടെ പേരുകളാണ് മികച്ച നടനുള്ള പുരസ്കാരത്തിനായി അവസാനവട്ട പരിഗണനയിലുള്ളത്. ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിലൂടെയാണ് മമ്മൂട്ടി ഇത്തവണയും സാധ്യത പട്ടികയിൽ മുൻനിരയിലുള്ളത്. തലവൻ, അഡിയോസ് അമിഗോ, ലെവൽ ക്രോസ്, കിഷ്കിന്ധ കാണ്ഡം തുടങ്ങിയ സിനിമകളുടെ പ്രകടനത്തിലൂടെ ആസിഫ് അലി മുൻനിരയിൽ തന്നെയുണ്ട്. മലൈക്കോട്ട വാലിബൻ ചിത്രത്തിലാണ് മോഹൻലാലിന്റെ പ്രതീക്ഷ. കിഷ്കിന്ധ കാണ്ഡം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവനും അവാർഡിനായി പരിഗണിക്കപ്പെടുന്നുണ്ട്. ആവേശം എന്ന ചിത്രത്തിലൂടെ ഫഹദ് ഫാസിലും അജയന്റെ രണ്ടാം മോഷണം ടോവിനോയ്ക്കും കരുത്താകുന്നുണ്ട്. ആര് നേടും അവാർഡ് എന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അവാർഡ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ പുരസ്കാര പ്രഖ്യാപനം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ സജീവമാണ്. ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ആസിഫ് അലി 4 ചിത്രങ്ങളിലായി വ്യത്യസ്ത അഭിനയ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചതെന്നും അതിനാൽ അദ്ദേഹമാണ് ഇത്തവണ യോഗ്യനെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവർ രണ്ടുമല്ല ഫഹദിന് അവാർഡ് നൽകണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് ഡോക്ടർ ജിനേഷ്. ബ്രഹ്മയുഗത്തിലെ കുടമൻ ബോഡി മമ്മൂട്ടിക്ക് ഒരു ചലഞ്ചിങ് കഥാപാത്രമാണെന്ന് തോന്നിയില്ലെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കിഷ്കിന്ധ കാണ്ഡത്തിൽ ശ്രദ്ധേയമായെങ്കിലും തലവനിലും ലെവൽ ക്രോസിലും അഡിയോസ് അമീഗോയിലും ആസിഫ് അലിയുടെ അഭിനയം അത്ര മികച്ചത് എന്ന് തോന്നിയില്ല. കഴിഞ്ഞ വർഷത്തെ മികച്ച അഭിനേതാവിനെ പരിഗണിക്കുമ്പോൾ ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്നത് ആവേശത്തിലെ രംഗണ്ണനാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. ജിനേഷ് PS-ന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ബ്രഹ്മയുഗത്തിലെ കുടമൻ പോട്ടി മമ്മൂട്ടിക്ക് ഒരു ചലഞ്ചിങ് കഥാപാത്രമാണെന്ന് തോന്നിയില്ല. കഥാപാത്രത്തിന്റെ എല്ലാ ഗൗരവതയും നിറഞ്ഞു അഭിനയിച്ചു എന്നതിൽ തർക്കമില്ല. മറ്റൊരാൾ ഇത്ര ഗംഭീരമായി അഭിനയിച്ച് ഫലിപ്പിക്കുമോ എന്നതും സംശയമാണ്. കിഷ്കിന്ധ കാണ്ഡത്തിൽ ഓർമ്മ നഷ്ടപ്പെടുന്ന എക്സ് മിലിറ്ററി ഓഫീസറായ അപ്പുപിള്ളയായി വിജയരാഘവന്റെ അഭിനയം ശ്രദ്ധ ആകർഷിച്ചതാണ്. ഒരു അവാർഡ് അദ്ദേഹം അറിയിക്കുന്നുമുണ്ട്. 42-ാമത്തെ വയസ്സിൽ വൃദ്ധനായി ചേറാടിക്കറിയായി വേഷപ്പകർച്ച നടത്തിയ ആളാണ് വിജയരാഘവൻ. കിഷ്കിന്ധ കാണ്ഡത്തിൽ ശ്രദ്ധേയമല്ലെങ്കിലും തലവനിലും ലെവൽ ക്രോസിലും അഡിയോസ് അമീഗോയിലും ആസിഫ് അലിയുടെ അഭിനയം അത്ര മികച്ചത് എന്ന് തോന്നിയില്ല. ലെവൽ ക്രോസ് ഒരു സിനിമ എന്ന നിലയിൽ ഒട്ടും ആകർഷകവുമായില്ല. മലൈക്കോട്ട വാലിബൻ എന്റെ കപ്പിലെ ചായയല്ല. മോഹൻലാൽ ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്നത് ആവേശത്തിലെ രംഗണ്ണനാണ്. ആവേശം മികച്ച കലാസൃഷ്ടിയാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ രംഗണ്ണനായി ഫഹദ് ഫാസിലിന് വേഷപ്പകർച്ച അന്യായം എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരാൾക്ക് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ സാധിക്കുമോ എന്നതും സംശയമാണ്. ആർട്ട് സിനിമകളിലെ അഭിനയത്തിന് അവാർഡ് ലഭിക്കുന്ന ഒരു രീതി പലപ്പോഴും കണ്ടിട്ടുണ്ട്. അഭിനയത്തെക്കാൾ ഇടുന്ന എഫേർട്ടിന് അവാർഡ് നൽകുന്നതും സംഭവിച്ചിട്ടുണ്ട്. ആടുജീവിതത്തിൽ പൃഥ്വിരാജിന് അവാർഡ് കിട്ടിയത് ഉദാഹരണം. കൊമേഴ്ഷ്യൽ സിനിമകളിലെ അഭിനയത്തിന് അവാർഡ് ലഭിക്കില്ല എന്നില്ല. 95-ൽ മികച്ച നടനുള്ള അവാർഡ് മോഹൻലാൽ ലഭിക്കുമ്പോൾ കാലാപാനിക്കൊപ്പം സ്ഫടികവും പരിഗണിച്ചിരുന്നു. 91-ൽ മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുമ്പോൾ അഭിമന്യുവും കിലുക്കവും ഉള്ളടക്കത്തിനൊപ്പം പരിഗണിച്ചിരുന്നു. 2011-ൽ വെള്ളേരിപ്രാവിന് ചങ്ങാതി എന്ന സിനിമയിൽ ഒട്ടും ശ്രദ്ധേയമില്ലാത്ത അഭിനയം കാഴ്ചവെച്ച ദിലീപിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ചാർലിയിലെ ദുൽഖർ സൽമാന്റെ അഭിനയം രസകരമെന്ന് പറയാം. സിനിമയുടെ മൊറാലിറ്റി ഭാരമായില്ലെങ്കിൽ ഫഹദ് ഫാസിലിന് ലഭിക്കേണ്ട അവാർഡാണ് എന്നാണ് അഭിപ്രായം. അതായത് അഭിനയം മാത്രമാണ് പരിഗണിക്കുന്നത് എങ്കിൽ ഫഹദ് ഫാസിലിന് ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് മികച്ച നടനുള്ള അവാർഡ് നേടാൻ യോഗ്യൻ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.